മക്കയുടെ രാത്രികൾ അന്ന് ഭീതിയിലായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ ഖുറൈശികൾ തീരുമാനിച്ചിരുന്നു. അള്ളാഹുവിന്റെ ആജ്ഞ പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയെ വിട്ടു. ഒപ്പമുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തനായ സുഹൃത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. മദീനയിലേക്കുള്ള നേരായ വഴി ഒഴിവാക്കി അവർ കയറിയൊളിച്ചത് സൗർമലയിലുള്ള ഒരു ചെറിയ ഗുഹയിലായിരുന്നു. ഗുഹയിൽ ആദ്യം കയറിയത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. യാ റസൂലല്ലാഹ്, ഇവിടെ ഒരു അപകടവും ഉണ്ടാകരുത് എന്ന ചിന്തയിൽ തന്റെ വസ്ത്രം കീറി ഗുഹയിലെ കുഴികൾ അടച്ചു. പക്ഷെ പിന്നീട് സംഭവിച്ചത് മനുഷ്യബുദ്ധിക്ക് അതീതമായിരുന്നു. ഖുറൈശികൾ നബിയെ തേടി ഗുഹയുടെ വാതിൽ വരെ എത്തി. അവരുടെ കാലുകൾ ഗുഹയുടെ മുന്നിലായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിറച്ചുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അവർ താഴേക്ക് നോക്കിയാൽ നമ്മെ കാണും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലോകം മുഴുവൻ ശാന്തമാക്കുന്ന ആ വാക്കുകൾ, ദുഃഖിക്കേണ്ട, അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. അള്ളാഹുവിന്റെ സഹായം അവിടെ ഇറങ്ങി. ഒരു ചിലന്തി ഗുഹയുടെ വാതിലിൽ വല നെയ്തു. ഒരു പ്രാവ് അവിടെ മുട്ടയിട്ടു. ഖുറൈശികൾ പറഞ്ഞു, ഇവിടെ ആരെങ്കിലും കയറിയിരുന്നെങ്കിൽ ഈ വലയും മുട്ടയും ഉണ്ടാകില്ല. അവർ തിരിഞ്ഞുപോയി. 3 ദിവസം സൗർ ഗുഹ വിശ്വാസത്തിന്റെ പാഠശാലയായി. അവിടെ ആയുധങ്ങളില്ലായിരുന്നു, സൈന്യമില്ലായിരുന്നു. ഉണ്ടായിരുന്നത് ഒന്ന് മാത്രം, അള്ളാഹുവിലേക്കുള്ള പൂർണ്ണ വിശ്വാസം. അതായിരുന്നു സൗർ ഗുഹയിലെ വിജയം.